മച്ചാന്മാരെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പം ഇത് ഞങ്ങൾ ഫസ്റ്റ് ഫ്ലോർ കോൺക്രീറ്റ് കഴിഞ്ഞ ഒരു വീടാണ്. അപ്പോൾ രണ്ടാമത്തെ നില നമ്മൾ നാളെ മുതൽ സ്റ്റാർട്ട് ചെയ്യാണ് വർക്ക്. അപ്പോൾ അതിനു മുമ്പ് ഈ വീഡിയോ നിങ്ങൾ മുഴുവനോടെ കാണണം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യണം, എന്നെ സപ്പോർട്ട് ചെയ്യണം. നമ്മൾ ഫസ്റ്റ് കോൺക്രീറ്റ് ചെയ്യാൻ നേരത്ത് ഈ ബണ്ട് വയ്ക്കും, അതായത് വെള്ളം കെട്ടി നിർത്താൻ വേണ്ടി ബണ്ട് വയ്ക്കും. അപ്പോൾ നമ്മൾ ഇന്നിപ്പോൾ ആദ്യം ആ ബണ്ടെല്ലാം വെട്ടിക്കളഞ്ഞ് എല്ലാം ലെവൽ ചെയ്യണം. അത് ക്ലീൻ ചെയ്താൽ മാത്രമേ നമുക്ക് ഹോളോ ബ്രിക്സ് കയറ്റാൻ പറ്റുള്ളൂ. ഇപ്പോൾ നമുക്ക് ടിപ്പറിൽ 300 ഹോളോ ബ്രിക്സ് ആണ് വന്നത്. അപ്പോൾ 300 കല്ല് നമ്മൾ ഇറക്കിയിട്ടുണ്ട്. 6 ഇഞ്ചിൻ്റെ ഹോളോ ബ്രിക്സ് ആണ് വന്നിട്ടുള്ളത്. അതായത് നിറത്താവുക്കാണ്, ഹോളോളയല്ല, നിറത്താവുക്കാണ്. അപ്പോൾ നമുക്ക് 300 ഹോളോ ബ്രിക്സ് ആണ് രാവിലെ വന്നത്. അപ്പോൾ നമുക്ക് ഏകദേശം മൊത്തം 900 ഹോളോ ബ്രിക്സ് ഇപ്പോൾ വേണം. അപ്പോൾ ഒരു 100 ഹോളോ ബ്രിക്സ് പഴയ കല്ലോടെ ഇരിപ്പുണ്ട്. ഇപ്പോൾ ഒരു 300 നമ്മൾ, അപ്പോൾ 400 ഹോളോ ബ്രിക്സ് ഉള്ളൂ. അപ്പോൾ ഇത് നമുക്ക് സൈറ്റിൽ എത്തിച്ചാൽ മാത്രമേ നമുക്ക് നാളെ വർക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുള്ളൂ. ഇല്ലെങ്കിൽ വർക്ക് വളരെ സ്ലോ ആയിരിക്കും. കാരണം ഈ കല്ല് മുഴുവൻ സൈറ്റിൽ വന്ന് പണി ചെയ്യുമ്പോൾ വളരെ സ്ലോ ആയിരിക്കും. കാരണം നല്ല ദൂരമുണ്ട്, ഒരു ചെറിയ മുടുക്കാണ്. അപ്പം ആ ഒരു വീഡിയോ ആണ് നിങ്ങൾ മുഴുവൻ. ഇവിടത്തേക്ക് നമുക്ക് കെട്ടാൻ വേണ്ടി ഹോളോ ബ്രിക്സ് വന്നിട്ടുണ്ട്. അതായത് ഇപ്പം 300 ഹോളോ ബ്രിക്സ് ആണ് വന്നത്. അപ്പോൾ നല്ല ചുമടുണ്ട്, ഇവിടെ നല്ല ദൂരമുണ്ട്. അപ്പോൾ ആൾ കുറവാണ്. അപ്പോൾ ഞാനും കൂടി ഒന്ന് നിൽക്കുകയാണ്. അപ്പോൾ നമുക്ക് ഈ ഹോളോ ബ്രിക്സ് മൊത്തം മേളിൽ കയറ്റിയാൽ മാത്രമേ നമുക്ക് നാളെ വർക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ആ കല്ലൊക്കെ എടുക്കുന്നതാണ്. അപ്പോൾ അതിൻ്റെ ഒരു വീഡിയോ ആണ്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം. അപ്പോൾ നമ്മൾ കല്ലെടുക്കുന്ന ദൂരം നമ്മൾ കാണിച്ചു തരാം. അറവാനയിലാണ് കല്ലെടുക്കുന്നത്. അറവാനയിൽ ഇതാ തള്ളിക്കൊണ്ട് വരികയാണ്. അതുകൊണ്ടോ ഒരു ചെറിയ കയറ്റമാണ്. അപ്പോൾ ഈ കയറ്റത്തിൽ കൂടിയാണ് തള്ളിക്കൊണ്ട് വരണത്. നമ്മൾ ശമ്പു കൊണ്ടാണ് ഫ്രണ്ടിൽ നിന്ന് വലിക്കുന്നത്. ഇവിടെ നിന്ന് കയറ്റാലാണോ? ഇവിടെ നിന്ന് ഷെയ്ഡി കയറ്റി അങ്ങ് മേളിലെടുക്കുക. ഞങ്ങൾ അറവാനയിലാണ് കല്ലെടുത്തുകൊണ്ടിരുന്നത്. ഒരു അറവാനയിൽ 4 കല്ലേ വരുത്തുള്ളൂ. അപ്പോൾ അത് 2 പേര് വേണം. അപ്പോൾ ഞങ്ങൾ വലിച്ച് നോക്കിയപ്പോൾ പറ്റുന്നില്ല. കാരണം ഇത്രയും കയറ്റം ഉള്ളതുകൊണ്ട് ഭയങ്കര ബുദ്ധിമുട്ട്. അതുകൊണ്ട് നമ്മൾ പിന്നെ തലക്കെടുക്കാം എന്ന് കരുതി. അപ്പോൾ ഇത് 6 ഇഞ്ചിൻ്റെ ഹോളോ ബ്രിക്സ് ആണ്. അപ്പോൾ ഏകദേശം ഒരു കല്ലിൻ്റെ വെയിറ്റ് എന്ന് പറയുന്നത് 37 കിലോ ഉണ്ട്. അപ്പോൾ നല്ല വെയിറ്റ് ഉണ്ട്. വെയിറ്റ് മാത്രമല്ല, ഈ തലക്കെടുത്തുകൊണ്ട് നമ്മൾ നടക്കുമ്പോൾ ഒരു കയറ്റം ഉള്ളത് കൊണ്ട് ഒരു കല്ല് അവിടെ എത്തുമ്പോൾ തന്നെ ഏകദേശം ഒരു 32 സെക്കൻഡ് എടുക്കും. അപ്പോൾ ആ 32 സെക്കൻഡ് എടുക്കുമ്പോൾ തന്നെ ഞങ്ങൾ ഏകദേശം തളരും. പിന്നെ ഞങ്ങളൊരു പ്രത്യേകത എന്ന് പറയുന്നത്, ഞങ്ങൾ മേസ്തിരിപ്പണി മാത്രമല്ല ചെയ്യുന്നത്. ഞങ്ങൾ മേസ്തിരിയാണെന്ന് പറഞ്ഞ് ഒരിക്കലും ഞങ്ങളാരും മാറി നിൽക്കില്ല. ഞങ്ങൾ എല്ലാ വർക്കും ചെയ്യും. കാരണം ഇത് നമ്മുടെ സൈറ്റാണ്. അതുകൊണ്ട് ഞങ്ങൾ എല്ലാ വർക്കും ചെയ്യും. നമുക്ക് ഒരു വർക്കുകൾ ചെയ്യാൻ ഒരു മടിയില്ല. കാരണം നമ്മളിന്ന് ഈ കല്ല് കയറ്റിയാൽ മാത്രമേ ഞങ്ങൾക്ക് നാളെ വർക്ക് ചെയ്യാൻ പറ്റുള്ളൂ. ഇപ്പോൾ നിങ്ങൾ കാണുമ്പോൾ തന്നെ അറിയാം എന്തുമാത്രം ദൂരം ഉണ്ടെന്ന്. കാരണം ഇത്രയും ലോങ് നമ്മൾ നടന്നാണ് എത്തിക്കുന്നത്. കാരണം വണ്ടിയൊന്നും വരില്ല. അപ്പോൾ ഇത് നമ്മളിപ്പോൾ കല്ല് കയറ്റി ഇട്ട് കഴിഞ്ഞാൽ നാളെ നമുക്ക് ഹെൽപ്പർ കുറച്ച് മതി. മേളിൽ കല്ല് കയറ്റിയാൽ നാളെ ഹെൽപ്പർ കുറച്ച് മതി. ഇന്ന് ഞങ്ങൾ മൊത്തം 4 പേരുണ്ട്. അപ്പം നാളെ ഞങ്ങൾക്ക് ഏകദേശം ഹോളോ ബ്രിക്സ് കെട്ടാൻ വേണ്ടി ഒരു 4 ഹെൽപ്പറിൻ്റെ ആവശ്യം വരുള്ളൂ. കാരണം മണ്ണ് നമ്മൾ താഴ്ന്ന് എടുക്കണം. പിന്നെ ഇത് ഞാൻ ഒരു കല്ല് തലയിൽ വെച്ചിട്ട് 2 കൈ വിട്ട് നടന്ന് നോക്കിയതാണ്. പക്ഷെ നടക്കില്ല. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ കൈയും കാലും ഒടിഞ്ഞ് വീട്ടിൽ കിടക്കുമെന്ന് എനിക്ക് മനസ്സിലായതുകൊണ്ട് പിന്നെ ആ പരിപാടി ഞാൻ അവിടെ വെച്ച് നിർത്തി. പിന്നെ ഇതിപ്പോൾ നമ്മൾ കല്ല് മുകളിൽ കയറ്റുന്നതാണ്. അപ്പം താഴെ നിന്നിട്ട് ഒരാൾ സെൻസൈഡിൽ നിൽക്കുന്നുണ്ട്, ഒരാൾ തട്ടിൽ നിൽക്കുന്നുണ്ട്. എന്നിട്ടാണ് കല്ല് കൊണ്ട് വയ്ക്കുന്നത്. പിന്നെ നമ്മൾ കല്ല് റൂഫ്, അതായത് കോൺക്രീറ്റ് സ്ലാബിൻ്റെ മേളിൽ വയ്ക്കാൻ നേരത്ത് ശ്രദ്ധിക്കേണ്ട കാര്യം, ഒരിക്കലും നമ്മൾ കല്ല് ഈ സ്ലാബിൻ്റെ റൂമിൻ്റെയൊക്കെ സെൻറ്റർ കണക്കാക്കി നമ്മൾ ഒരിക്കലും വെക്കരുത്. കാരണം സെൻറ്റർ കണക്കാക്കി വെച്ച്, കാരണം ഇതിപ്പോൾ നമ്മൾ കോൺക്രീറ്റ് ചെയ്തിട്ട് ഏകദേശം ഒരു 10-28 ദിവസമേ ആയിട്ടുള്ളൂ. അപ്പം ഇത് പൂർണ്ണമായിട്ട് സെറ്റായിട്ടില്ല. അപ്പോൾ നമ്മൾ എപ്പോഴും കല്ല് വെക്കാൻ നേരത്ത് നമ്മൾ ഈ ഭിത്തി ചെവരിൽ നിന്ന് ഒരു ഒരടി വിട്ട്, അതായത് ഒരടി എന്ന് പറയണം, നമ്മളൊരു മേസ്തിരി നിന്ന് നമുക്ക് വർക്ക് ചെയ്യാൻ കണക്കാക്കി ഒരടി വിട്ടേ നമ്മൾ ഈ ഹോളോ ബ്രിക്സ് അടുക്കി വെക്കാൻ പാടുള്ളൂ. കാരണം എല്ലാ കല്ലും കൊണ്ട് സെൻറ്റർ കൊണ്ട് വെച്ച് കഴിഞ്ഞാൽ അത് തട്ടിന് കുഴപ്പം ചെയ്യും. കാരണം അത്രയും ലോഡ് പിടിക്കത്തില്ല. കാരണം അതുകൊണ്ടാണ് നമ്മൾ ഇതുപോലെ, അതായത് ഇപ്പോൾ ആര് വർക്ക് ചെയ്താലും നമ്മൾ കല്ല് വെക്കുമ്പോൾ ഇതുപോലെ ഓരോ കെട്ടനുസരിച്ചാണ് വെക്കുക.
പിന്നെ ബാക്കിയുള്ള കുറച്ച് കല്ല് ഇവിടെ താഴെ അടുക്കിയിരിക്കുകയാണ്, അത് നാളെ കയറ്റും. അപ്പോൾ